നമ്മൾ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് അത് പ്രോബ്ലമായിട്ട് മാറിയാൽ എങ്ങനെയിരിക്കും? നമ്മളെ സൂക്ഷിക്കാൻ തുടങ്ങിയത് ജോയ്ഫുൾ ആയിരിക്കണം. ജോയ്ഫുൾ. ആഹാ, ആ സൂക്ഷിക്കുക എന്ന് പറയുന്നത് കൂടെ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജായിട്ട് മാറണം. അപ്പോഴാണ് ആഹാ. ഇത് നമ്മുടെ സെൻസ് ഓർഗൻസ് എല്ലാം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡാണ്. ആ സെൻസ് ഓർഗൻസ് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളത്. അല്ല കണ്ടിട്ട് ഞാൻ അത് കണ്ടു എന്ന് പറയുന്നിടത്ത് സെൻസ് വർക്ക് ചെയ്തില്ല. നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് അതിൻ്റെ ഇമേജ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഇമേജ് ഉള്ളിലുണ്ടെങ്കിൽ അവിടെ സെൻസിബിലിറ്റി ഉണ്ടായില്ല. ആ സെൻസിബിലിറ്റിക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടായില്ല. കാരണം നമ്മളവിടെ ജഡ്ജ് ചെയ്യാനിരുന്ന് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലോട്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഭക്ഷണം നല്ലതാണ്, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ല. കഴിക്കണ്ടേ? ഞാൻ പ്രകാശിനെ എനിക്കറിയാം. ഏത് പ്രകാശിനെ അറിയാം? ഞാൻ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്രകാശനെ. എന്നുവെച്ചാൽ പ്രകാശമായിട്ട് ഞാൻ ഒരിക്കലും അസോസിയേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായോ? ഐ നോ പ്രകാശ്, ഓ ഈസ് എ വെരി നൈസ് മാൻ, ഈസ് എ ബൊട്ടാണിസ്റ്റ്, ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ പ്ലാന്റ് ലൈഫ് എന്നൊക്കെ പറയും. വെറുതെ. ദാറ്റ് ഈസ് നത്തിങ് അബൌട്ട് പ്രകാശ്. മനസ്സിലായോ? അങ്ങനെ ഒരാളില്ല. മനസ്സിലായോ? എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇത്തരക്കാരിയാണ്. മനസ്സിലായോ? ഞാനിവിടെ ജഡ്ജ് ചെയ്യണം. അതല്ല ലിവിങ്. അതല്ല എവ്രി മൊമെൻറ്റ് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് അതിനെ നമ്മൾ ന്യൂട്രലൈസ് നമ്മൾ ലൈവായിട്ട് ഇരിക്കുന്നതാണ് ലിവിങ് എന്ന് പറയുന്നത്. വെരി പവർഫുൾ. വളരെ സിമ്പിളാണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് സംഭവിക്കാം. യെസ്, പറയും. ഹായ് സാർ, നമസ്കാരം. ഹായ് നമസ്കാരം നിരാശ്. സാർ, 2 ദിവസം മുൻപ് ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിക്കണ്ടായി. ഒരാളിങ്ങനെ ചോദിക്കണ്ടായി, അതായത് ഒരാൾ കഞ്ചാവിന് അടിമയാണ്. അപ്പോൾ ആളെ ഇങ്ങനെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ആളോട് ഇങ്ങനെ പറയുന്ന, അങ്ങനെ ആളെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പറയണ്ടായി. അപ്പോൾ വോയിസ് ഒന്ന് ബ്രേക്ക് ആയി. കഞ്ചാവ് തിരുത്താൻ ശ്രമിക്കുന്നു എന്നവരെയൊക്കെ കേട്ടു. അതായത് ഒരാള് കഞ്ചാവിന് അടിമയാണ്, ഒരു പയ്യൻ. അപ്പൊ അവരുടെ വീട്ടുകാരെല്ലാവരും കൂടെ അതിന് തിരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ കൂടുതൽ ആളത് അങ്ങനെ ആയി മാറുകയാണ് ചെയ്യുന്ന അവിടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അത് ഈ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ഒരു ഓസ്ട്രേലിയൻ ആയിട്ടുള്ള അറിവുള്ള പുസ്തകമാണ്. അതിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിന് സംഭവിക്കും. ഉദാഹരണത്തിന് ഞാനൊരു ദരിദ്രനാണെന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ ദരിദ്രനായി പോകുന്ന ഒരു അവസ്ഥ, അത്തരത്തിലേക്ക് അങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പറയും. അങ്ങനത്തെ രീതിയിലാണ് പറയുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞത് അത് ആ ഒരു ടോണിലാണ്. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? അതായത് ഇപ്പം ഇയാളെ കഞ്ചാവിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്നവരെല്ലാവരും കഞ്ചാവിൻ്റെ വിക്റ്റിമായി കഴിഞ്ഞു. ചുറ്റുപാടുള്ളവരെല്ലാവരും ഇയാൾ കഞ്ചാവ് എടുക്കുന്ന ആളാണെന്നുള്ള ഭാഗം കൺഫേം ചെയ്ത് അത് അയാൾക്കൊരു അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഇയാൾ എന്തുകൊണ്ട് കഞ്ചാവ് എടുക്കേണ്ടി വന്നു? ഇയാൾക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാരുടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കഞ്ചാവിലോട്ട് പോയത്. അപ്പോൾ ചുറ്റുപാടുമുള്ള ആൾക്കാർ വീണ്ടും ഇയാളെ കഞ്ചാവിലോട്ട് സ്ട്രോങ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അതിന് പബ്ലിസിറ്റി കൊടുത്ത്. നേരെ മറിച്ച് ഇയാൾ കഞ്ചാവല്ലാത്ത ചില അനുഭവങ്ങൾ ഇയാളിലുണ്ട്. കഞ്ചാവ് എടുത്തിട്ടുള്ള അനുഭവങ്ങൾ ഇയാൾക്ക് വളരെ കുറച്ചേ ഉള്ളൂ. അല്ലാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട് ന്യൂട്രലൈസ് ചെയ്യാനാണ് ഇയാൾ കഞ്ചാവ് എടുക്കുന്നത്. അപ്പം ഇയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഇയാൾക്ക് വളരെ ബെനിഫിറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന വിധത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ കഞ്ചാവ് എടുക്കത്തില്ല. അതിനാർക്കും പറ്റുന്നില്ല. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ ഡിസ്റ്റർബ്ഡ് ആകുന്നു, ഇയാൾ ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളിലുള്ള ഒരു പോരായ്മയെ വീണ്ടും ട്രിഗർ ചെയ്ത് കൊടുക്കുന്നു. പകരം അയാളുടെ ഡിസ്റ്റർബൻസ് നമ്മളുടെ സെൻസിൽ വരുന്നില്ല. അയാളായിട്ട് കംഫോർട്ടബിളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളറിയാതെ അയാൾ കംഫോർട്ടിലോട്ട് മാറും, അയാളുടെ അഡിക്ഷൻ മാറും.
തന്നെത്താൻ മാറിക്കോളൂ. യു ആർ എ പ്രോബ്ലം എന്ന് പറയുന്നതിന് പകരം യു ആർ എ പ്രസൻറ്റ്, യു ആർ എ പ്രസൻസ്. മനസ്സിലായ? യു ആർ എ പ്രസൻസ് എന്ന് വെച്ചാൽ ഇയാളുടെ സാന്നിധ്യം എനിക്ക് പ്രസൻ്റാണ്. അയാളിലുള്ള ഒരു പ്രത്യേക ബിഹേവിയർ അല്ല ഞാൻ നോക്കുന്നത്, അയാൾ ഹോളായിട്ട് പ്രസൻ്റാണ്. അയാളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിടെ യൂണിവേഴ്സലായിട്ടുള്ള അനേകായിരം കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ഡിവൈനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാത്രമാണ് പ്രസൻസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഫീൽ ചെയ്യത്തുള്ളൂ. ഏറ്റവും റിഫൈൻഡ് സ്റ്റേറ്റാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ പ്രസൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അയാളിൽ ഉണ്ടാകുന്ന അവസ്ഥ അയാൾ തന്നെത്താൻ കൈകാര്യം ചെയ്യുകയും ഈ പ്രസൻസിലോട്ട് ഇയാൾ എത്തുകയും ചെയ്യും. ഒരാളുടെ പ്രസൻസ്, അയാളുടെ പ്രസൻസാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പ്രസൻസാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ പ്രസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ പ്രസൻസ് എന്ന് പറയുന്നത് ലേബലിങ് പോസിബിൾ അല്ല. ഞാൻ എന്താ പറയാൻ പോകുന്നത് അത് എൻ്റെ വിഷയമല്ല. ദ പ്രസൻസ് ഇറ്റ് സെൽഫ് വിൽ ഡെലിവർ വാട്ട് ഷുഡ് ബി ഡെലിവേർഡ്. എന്നുവെച്ചാൽ പ്രസൻസ് എന്ന് പറഞ്ഞൊരു ഡൈനാമിക് പൊസിഷനുണ്ട്. അതാണ് ലൈഫിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അവർ പ്രസൻസ്, ദ പ്രസൻസ് ഓഫ് ലൈഫ് ഹാപ്പനിങ്. അപ്പോൾ ആ ഒരു പ്രസൻസിൽ നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നു. ഇപ്പം മിറാഷിനോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നൊരു ഭാഗമല്ല, ആ വോയിസ് എൻ്റെ പ്രസൻസിൽ വന്നു. മിറാഷ് അടുത്തൊരു കാര്യം പറയുന്നു. അടുത്ത കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മിറാഷുമായിട്ട് ഞാൻ കോറിലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ പ്രസൻസിലല്ല നിൽക്കുന്നത്. ഞാൻ മിറാഷ് പറഞ്ഞതിന് ഞാൻ മറുപടി കൊടുത്ത ഒരാളാണ്. എനിക്കവിടെ അഹങ്കാരം വന്നു. മിറാഷുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്തു, മിറാഷിന് ഞാനൊരു ബെനിഫിറ്റ് ചെയ്തു. ഞാനവിടെ ഒരു പുതിയൊരു ക്രിയേഷൻ, ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇൻസ്റ്റൻ്റലി സംഭവിക്കുന്നതാണ്. ഞാൻ ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നിൽ തന്നെ. ഇതൊരു മാൽ പ്രാക്ടീസാണ്, ഇതൊരു മാൽവെയറാണ്. എനിക്കവിടെ ഈഗോ ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. ഈഗോ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഐ ഹാവ് ഡൺ സംതിങ്. മനസ്സിലായ? നോട്ട് ദ യൂണിവേഴ്സൽ ഹാപ്പനിങ്. ഞാൻ വേറിട്ടൊരു സംഭവം സൃഷ്ടിച്ചു. മിറാഷ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഏറ്റെടുത്തു. പകരം നമ്മൾ പ്രസൻസിലിരുന്ന് കഴിഞ്ഞാൽ ആ പ്രസൻസ് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കും. അവിടെ പേഴ്സണലായിട്ട് എടുക്കാനൊന്നുമില്ല, ഈഗോയിസ്റ്റിക് ആകാനൊന്നുമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഞാനെന്ന് പറഞ്ഞ ഭാഗത്തിന് യാതൊരു റിലവൻസും ഇല്ല. പക്ഷെ നമ്മൾ ഭയങ്കര സ്ട്രോങ്ങാണ്. മനസ്സിലായ? അവിടെ സാവകാശം ആരൊക്കെ പ്യൂരിഫൈഡ് ആകുന്നു നമ്മളറിയേണ്ട കാര്യമില്ല. ആരൊക്കെ പ്യൂരിഫൈഡ് ആകുന്നു നമ്മൾ തിരക്കേണ്ട കാര്യമില്ല. ആരൊക്കെ ആകണമോ അവരൊക്കെ ആയിക്കോളും. അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ചൊരു ട്രെയിനിങ് പാറ്റേൺ ഇല്ല. കാരണം പ്രസൻസ് അല്ലേ, ഇറ്റ്സ് എൻ യൂണിവേഴ്സൽ റിയാലിറ്റിയാണ്. ഇറ്റ് ഈസ് എവർ ഹാപ്പനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു കൾട്ടോ ഒരു ഓർഗനൈസേഷനോ ബിലീഫോ ഒന്നും ഉണ്ടാകത്തില്ല. ബിലീഫ് ഉണ്ടാകുന്നത് നമ്മൾ ഡിവൈഡഡ് ആകുമ്പോഴാണ്. നമ്മൾ ഡിവൈഡഡ് നമ്മുടെ ശരീരം വേറിട്ട രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരുപാട് ഇമാജിനേഷൻസ് ഉണ്ടാകും. ഈ ഇമാജിനേഷനിൽ നിന്നാണ് ബിലീഫ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ശരിയായിക്കോളും, ഏതൊക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാരണം എവിടെയൊക്കെ നമുക്ക് ചെറിയ അനുഭവങ്ങൾ മിന്നായം പോലെ ഇങ്ങനെ വന്നും പോയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതൊക്കെ ശരിയായിക്കോളും, നാളെ ഇതൊക്കെ ശരിയായിക്കോളും, ഇപ്പോഴിവനിങ്ങനെയാണെങ്കിൽ നാളെ ശരിയായിക്കോളും. നമ്മൾ ശരിപ്പെടുത്താൻ നടക്കുകയാണ്. നമ്മളൊരു തൊഴിലാളിയായി. മനസ്സിലായി? നമ്മൾ ശരിപ്പെടുത്താൻ നടക്കുകയാണ്. മനസ്സിലായി? ഒരു തൊഴിലാളിയായി. തൊഴിലിനെ ലാളിക്കുന്നവനായി, അതാണ് തൊഴിലാളി. പിന്നെ ചിലവർ മുതലാളിയാവും. മനസ്സിലായി? എന്തോ കയ്യിൽ കിട്ടി, മനസ്സിലായ? അത് മുതലാളിയാവും. ഈ മുതലാളിയും തൊഴിലാളിയും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായി? എൻ്റെ തൊഴിലാളിയുടെ തന്നെ വേറൊരു വേർഷനാണ് മുതലാളി. തൊഴിലാളിക്ക് എന്തോ ഗുണം കിട്ടി. മനസ്സിലായ? തൊഴിലാളിക്ക് കിട്ടിയ ഗുണമാണ് മുതലാളി. ഇത് രണ്ടും ഒരേ പ്രവർത്തനം സത്യസന്ധതമില്ലാതെ ചെയ്തതുകൊണ്ടാണ്. തൊഴിലാളിയാണ് മുതലാളി ആകാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? മുതലാളി ന്യൂനപക്ഷമാണ്, തൊഴിലാളി ഭൂരിപക്ഷമാണ്. ഈ മുതലാളിക്ക് എന്തോ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ള തോന്നൽ വന്നു. കാരണം ഇവനെന്തോ ഗുണം കിട്ടി, പ്രവർത്തിച്ചതിൻ്റെ ഫലം കിട്ടി. ഈ ഫലമാണ് ഇവൻ്റെ ട്രാപ്പ്. മനസ്സിലായി? ഈ ഫലമാണ് ഇവൻ്റെ ട്രാപ്പ്.
നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ വെച്ച് നമ്മൾ ജീവിതം ഉണ്ടാക്കുക. അത് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് മാറ്റാൻ നോക്കി. നമുക്ക് കിട്ടുന്ന ഫലം വെച്ച് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ നോക്കും. കണ്ടിന്യൂറ്റി വരുമോ? വരത്തില്ല. കിട്ടുന്ന ഫലം വെക്കുമ്പോൾ നമ്മൾ ക്രിയേഷൻ്റെ അകത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് പരിസരത്ത് നിന്ന് വേസ്റ്റ് എടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാണ്. അവിടെയാണ് ഇത് കൊളാപ്സ് ആകുന്നത്. അതുകൊണ്ടാണ് രോഗങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ രോഗമില്ല, രോഗം ഉണ്ടാകത്തില്ല. മനസ്സിലായി? കാരണം യോഗത്തിൽ ആ ക്രിയേഷൻ്റെ കണ്ടിന്യൂറ്റിയിൽ അതെപ്പോഴും ബോധം സ്പേസുമായിട്ട്, സീറോ സ്പേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണ് രോഗം ഉണ്ടാകുന്നത്? ഇതിന് യൂണിവേഴ്സൽ റിയാലിറ്റിയാണ്. ഇറ്റ്സ് ഓൾവേസ് ഹാപ്പനിങ്. നെവർ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്.